ഹലോ, ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇരിക്കുന്നത് ഇതാരും നോക്കി നമ്മുടെ മാളൂട്ടി ക്രിസ്മസിന് വരുമെന്ന് പറഞ്ഞ ആളതേ ഇപ്പോൾ വന്നു കേട്ടോ. മാളൂൻ്റെ പപ്പയെ എവിടേക്കായിരുന്നു? ഒമാനിലേക്ക് തിരിച്ചു പോവാ കേട്ടോ. അവധിക്ക് വന്നിട്ട് പോവാണേ. അന്നേരം അവരെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കൊച്ചിയിൽ നിന്നാണേ പോകുന്നത്, ഇവിടെ അടുത്താണല്ലോ. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം അവർക്ക് വേണ്ടിയിട്ടേ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുവാണേ. ഇറച്ചി ഉണ്ടെന്ന് അവരാട്ടോ. കപ്പ വാങ്ങിച്ചത് ഞങ്ങളാണ്. അപ്പോൾ അങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി കേട്ടോ. കപ്പ ബിരിയാണിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിട്ടോ. ഇവിടെ ഞാനിവിടെ പുറത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയാക്കുന്നത്. വെളിയിലത്തെ അടുപ്പിലേ വെച്ച് ഉണ്ടാക്കിയാക്കുന്നത്. കാരണം ഷീറ്റിൻ്റെ ചൂടും പിന്നെ ഈ തീയുടെ ചൂടും എല്ലാം കൂടെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ചൂടായിട്ടോ. ഒരു രക്ഷയില്ല. വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണേ വരാലും കല്ലേമുട്ടിയും. കല്ലേമുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കറുപ്പെന്ന് കേട്ടോ ഇതിന് പറയുന്നത്. കാണിച്ചു തരാവേ. വലിയ കറുപ്പ് കേട്ടോ, ഒരു അരക്കിലേക്ക് കൂടുതലുണ്ട് കേട്ടോ. ഒരു കറുപ്പ് അയ്യോ മാറി നിൽക്കുവാൻ അറിയാത്ത വരും. ഇത് വരാൽ, 2 വരാലുണ്ട് കേട്ടോ. വലിയ വരാലാണ്. പപ്പയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ചൂണ്ടയിട്ടും വലയൊക്കെ ഇട്ട് പിടിച്ച കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ആമ ഇങ്ങനെ വെട്ടിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ കുളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ മീനുകൾ ഉണ്ടാവും കേട്ടോ. മഴ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറേ മീനുകളൊക്കെ കിട്ടുവേ. ഇതിപ്പോൾ പപ്പ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വലയിട്ട് പിടിച്ചതാണ് കേട്ടോ. മഴയൊന്ന് ചെറുതായിട്ട് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ കുറേ മീനുകൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ കുട്ടാപ്പൂസ് ആയിട്ടോ. ഇത് കുട്ടാപ്പൂസ് ഭയങ്കര കളിയിലായിട്ടോ. കുട്ടാപ്പൂസിന് വന്നു കഴിഞ്ഞാൽ പുല്ല് പറിക്കലാണ് ഇവിടെ. കുട്ടാപ്പൂസ് മുറ്റത്തെ പുല്ലൊക്കെ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ യുദ്ധം തുടങ്ങി കേട്ടോ. ഓരോരുത്തർ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് പോയേ. കഴിക്കാൻ പറ്റത്തെ മുതുക്കെല്ലൊക്കെ പല്ലൊക്കെ പറഞ്ഞു പോകുന്ന അത്ര എല്ലുകൾ കഴിക്കട്ടെ. ഇതാ ഓരോരുത്തർ ഇവിടെ ഇരുന്ന് അടിച്ചു കയറ്റുന്നുണ്ടാ. എന്നെ കെട്ടിയതിൻ്റെ യുദ്ധമൊക്കെ കഴിഞ്ഞ് പോയി കേട്ടോ. അതെ, യുദ്ധം കഴിഞ്ഞ് തോറ്റ് പിന്മാറിപ്പോയേ. അപ്പക്കൂട്ടൻ ഇവിടെ ഇരുന്ന് നല്ല പോളിങ് കേട്ടോ. എന്തോ അങ്ങനെ തീറ്റയും കുടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ മീൻ എങ്ങനെയും ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. നല്ലതായിട്ട് സന്ധ്യ ആയിട്ടോ. നല്ല കൊതുകുമായി തുടങ്ങിയേ. അപ്പം കൊതുക് സാമ്പ്രാണി തീർന്നു. കാരണം അപ്പൂസ് സാമ്പ്രാണി വാങ്ങിക്കാനായിട്ട് പോയേക്കുവാണേ. ഇനി അപ്പൂസ് സാമ്പ്രാണിയൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇരുന്ന് മീൻ വെട്ടണം കേട്ടോ. അല്ലെങ്കിൽ മീൻ വെട്ടി കഴിയുമ്പോഴത്തേക്ക് ദേഹം മുഴുവൻ നന്നായിട്ട് ചൊറിഞ്ഞ് തടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻ വെട്ടാനായിട്ട് റെഡിയായിട്ട് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടേ. ഇതുണ്ടോ, ഇത് നോക്കിയേ, നമ്മുടെ കുട്ടാപ്പൂസ് മീൻ വെട്ടാനായിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഞങ്ങളിപ്പോൾ അങ്ങനെ ഞങ്ങളുടെ മീനൊക്കെ വെട്ടാനായിട്ട് പോവാം കേട്ടോ. ഞങ്ങൾ മീൻ വെട്ടി വച്ച് തിന്നാൻ പോവാണേ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഒന്ന് ടാറ്റ പറഞ്ഞപ്പോൾ കുട്ടപ്പൂ, ടാറ്റാ ബൈ.